നമസ്കാരം. ദൃശ്യ കാഴ്ചയുടെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. കാഞ്ഞിരപ്പള്ളി ചേനപ്പാടിയിലെ കാളവണ്ടി. പാറമ്പുഴ സ്വദേശിയായ ബിനു എന്ന ചിത്രകാരൻ. നൂറുകണക്കിന് സ്വദേശിയും വിദേശിയുമായ പല വർഷങ്ങൾ കൃഷി ചെയ്യുന്ന കൂത്താട്ടുകുളം സ്വദേശി ഡയസ്. കറുകച്ചാർ നെത്തല്ലൂർ ജ്യോതിർമയി ബാലികാ ഭവനിലെ പിള്ളേരോണം. പാലാ ഗവൺമെന്റ് ആശുപത്രിയിലെ കളച്ചെടിയായ പൂടപ്പഴം. ഇതൊക്കെയാണ് ദൃശ്യ കാഴ്ചയുടെ ഇന്നത്തെ എപ്പിസോഡിൽ. കാണാം ദൃശ്യ കാഴ്ച. 3.5 പതിറ്റാണ്ടിന് ശേഷം കാഞ്ഞിരപ്പള്ളി ചേനപ്പാടിയിൽ കാളവണ്ടി എത്തി. ചേനപ്പാടി കുന്നപ്പള്ളി തറവാട്ടിലാണ് ആധുനിക കാളവണ്ടി എത്തിയത്. ഇനി ആഘോഷ പരിപാടികൾക്കൊക്കെ മാറ്റുകൂട്ടാൻ ഈ കാളവണ്ടിയും കാണും. പുതുതലമുറയ്ക്ക് അന്യമായ കാളവണ്ടിയും വണ്ടിക്കാളയും കാളവണ്ടി യാത്രയും ഇനിയുള്ള ദിനങ്ങളിൽ ഗ്രാമവീഥികളിൽ കൗതുക കാഴ്ചയൊരുക്കും. ഒറ്റ വ്യത്യാസം മാത്രം, സാധനങ്ങൾ കയറ്റിയിറക്കുവാനുള്ളതല്ല പുതുമയാർന്ന കാളവണ്ടി. വിവാഹം, വ്യാപാര സ്ഥാപനങ്ങളുടെ അനൗൺസ്മെൻറ്റ്, സാംസ്കാരിക ഘോഷയാത്ര എന്നിവയ്ക്കു വേണ്ടിയാണ് പുതുമയാർന്ന കാളവണ്ടി ഒരുക്കിയിരിക്കുന്നത്. കുന്നപ്പള്ളി വീട്ടിലെ മത്തായിക്ക് 35 വർഷം മുമ്പ് കാളവണ്ടി ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ മക്കളായ തങ്കച്ചനും ബാബുവും ചേർന്ന് ഇടുക്കി ചേറ്റുകുഴിയിൽ നിന്നും 2.5 ലക്ഷം രൂപയ്ക്ക് കാളവണ്ടി വാങ്ങുകയായിരുന്നു. ഇതിനു പുറമെ വണ്ടി വലിക്കുന്നതിനുള്ള കാളയ്ക്ക് 1.5 ലക്ഷം രൂപയുമായി. ഇത് ഞങ്ങളുടെ ഒരു പാരമ്പര്യ തൊഴിൽ തന്നെയാണ്. വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഞങ്ങളുടെ എൻ്റെ അപ്പൻ്റെ കാലം മുതൽ ഇതൊരു തൊഴിൽ ഞങ്ങളുടെ സ്ഥിരമുള്ള പരിപാടിയാണ്. 2002 ഞങ്ങളുടെ ഈ പ്രസ്ഥാനം അവസാനിച്ചു പോയി. 2002 വരെ ഇത് ഞങ്ങളുടെ ഉപജീവന മാർഗമായിട്ട് കൊണ്ട് നടന്നതാണ്. പിന്നെ ലാസ്റ്റ് വന്നു കഴിഞ്ഞപ്പോഴത്തന്നെ ഇതിന് പണിയാൻ ആളില്ലാതെ വന്നു. പിന്നെ കാളയ്ക്ക് ലാടം കെട്ടുണ്ട്, അതിനാളില്ലാതെ വന്നു. വണ്ടിക്ക് പണി വന്നാൽ അതിനാളില്ലാതെ വന്നു. ഇങ്ങനെയൊക്കെ ആയിട്ട് നിന്നുപോയ ഒരു പണിയായത്. 2002 കൊണ്ട് ഇത് നിന്നുപോയി. ഞങ്ങളുടെ ഒരു ഉപജീവന മാർഗമായിട്ടാണ് ഞങ്ങളിത് കൊണ്ട് നടന്നുകൊണ്ടിരുന്നത്. പിന്നെ വരും തലമുറയ്ക്ക് ഇതൊരു മാർഗമാകട്ടെ, നല്ലൊരു വഴിയാകട്ടെ, പഴയ ഓർമ്മകളൊന്ന് പുതുക്കാൻ വേണ്ടി മാത്രം ഇതിപ്പോൾ ഞങ്ങളിതെടുത്തിരിക്കുക. ഇതിൻ്റെ ഉദ്ദേശം ഇപ്പോഴെന്നാന്ന് ചോദിച്ചാൽ പിന്നെ ഇതുപോലെ വല്ല ഷൂട്ടിങ്, പിന്നെ സവാരികൾ ചെയ്യാൻ, പിന്നെ ഘോഷയാത്ര, അതാ പേര് മറന്നു വന്നു, ഘോഷയാത്ര, ഇതിനുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഉപയോഗിക്കാൻ വേണ്ടി എടുത്തിട്ടിരിക്കുന്ന ഇത്. ഇതുകൊണ്ട് ഞങ്ങൾ വലിയ ഒരു പുരോഗമനമായിട്ട് തന്നെ ഇത് കാണുന്നുണ്ട്. ഇപ്പോൾ കാണുന്ന കുഞ്ഞുങ്ങൾക്കാണ് ഇതൊരു ഹരമാണ്. ഇത് വണ്ടിയും കാളയും കണ്ടു കഴിയുമ്പോഴത്തേനും കുഞ്ഞുങ്ങളൊക്കെയാണ് ഓടി വരിക ഇത് കാണാൻ വേണ്ടിയിട്ട് പലരും. പിന്നെ നമ്മൾ ഇവിടം വിട്ട് താഴോട്ടൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ, കവലയിലോട്ടൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഇഷ്ടം പോലെ ആൾക്കാർ ഇത് പുതിയ കാളവണ്ടി വരുന്നുള്ളൂ എന്നും പറഞ്ഞു കാണാൻ ഇഷ്ടം പോലെ ആൾക്കാർ വരുന്നുമുണ്ട്. ഇതിൻ്റെ കാളവണ്ടി ചക്രം എന്ന് പറയുന്ന ഇതാണ്. ഈ ചക്രത്തിന് 12 കാലാണ് വേണ്ടത്. ഒരു വണ്ടി കുടം പോലൊരു സാധനമാണ്. ആ കുടത്തിൽ 12 കാലടിക്കുകയാണ്. 12 കാലടിച്ചിട്ട് 6 പട്ട തടി കൊണ്ടുണ്ടാക്കുന്ന ആഞ്ഞിലി, തേക്ക് ഒക്കെ ഇങ്ങനെയുള്ള സാധനം കൊണ്ടൊക്കെ പട്ട ഉണ്ടാക്കിയിട്ട് ഇത് ചേർത്ത് വളച്ച് വെച്ചിട്ട് ഇരുമ്പ് പട്ട മേടിച്ച് കൊല്ലന്മാരെ വിളിച്ച് ഇരുമ്പോട്ട പഴിപ്പിച്ചിട്ട് ഇതിൻ്റെ പുറത്ത് വലിച്ചിട്ട് കഴിയുമ്പോൾ ഇരുമ്പായി തണുത്ത് കഴിയുമ്പോൾ അയയുമല്ലോ. അങ്ങനെ ഇത് സെറ്റാകുന്നത്, ഒരു വണ്ടിച്ചക്രം സെറ്റാക്കുന്നത് അങ്ങനെയാണ്. പിന്നെ കൂട് പണിയാനാണെങ്കിലും ഇപ്പോഴേ ആരുമില്ല, പണിയാൻ ഇപ്പോൾ ആൾക്കാരും. ഇതിപ്പോൾ തന്നെ ഇപ്പോൾ ഒരു കാളവണ്ടി നമ്മൾ പുതിയൊരു കാളവണ്ടി പണിത് വരികയാണെങ്കിൽ ഒരു 3 ലക്ഷം രൂപയുടെ അടുത്തൊക്കെ ആകും ഇപ്പോൾ ഏകദേശം. ഇത് തന്നെ ഞങ്ങളിപ്പോൾ മേടിച്ചിരിക്കുന്നതിന് 2.5 ലക്ഷം രൂപയോളം വിലയാണ്. ചേറ്റുകുഴിയിൽ നിന്നാണ് ഇത് മേടിച്ചത്. 35 വർഷം മുമ്പുണ്ടായിരുന്ന കാളവണ്ടി സാധനങ്ങൾ കയറ്റിയിറക്കുവാനാണ് ഉപയോഗിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ കാലത്തിനൊത്ത മാറ്റവുമായി
കാളവണ്ടി പുത്തൻ തലമുറയുടെ ആഘോഷങ്ങളുടെ ഭാഗമായി മാറുകയാണ്. ഇതിനോടകം തന്നെ ആഘോഷ പരിപാടികളിലേക്ക് പുതുമയാർന്ന കാളവണ്ടിക്ക് ബുക്കിംഗും ആരംഭിച്ചു കഴിഞ്ഞു. ചിത്രകലയിൽ വിസ്മയം തീർക്കുന്ന ഒരുപാട് പേർ നമ്മുടെ ചുറ്റുമുണ്ട്. തനിക്ക് ലഭിക്കുന്ന ഒഴിവു സമയങ്ങൾ ചിത്രകലയ്ക്കായി മാറ്റിവെക്കുകയാണ് പാറമ്പുഴ സ്വദേശിയായ ബിനു. കാണാം നമ്മുടെ ബിനുവിൻ്റെ ചിത്രവിശേഷങ്ങൾ. നമ്മുടെ ആശയങ്ങളെ ചിത്രരൂപേണ ഒരു മാധ്യമത്തിലേക്ക് പകർത്തുന്ന കലയാണ് ചിത്രകല. പ്രാചീന കാലം മുതൽക്കേ തന്നെ മനുഷ്യജീവിതത്തിൽ ചിത്രകലയ്ക്ക് വളരെ പ്രാധാന്യവുമുണ്ട്. മനുഷ്യൻ തന്റെ ആശയങ്ങൾ വിനിമയം ചെയ്തിരുന്നത് ചിത്രകലകളിലൂടെയാണ്. ഒരു ചിത്രത്തിന് 1000 വാക്കുകളുടെ വിലയുണ്ട് എന്നൊരു ചൊല്ലുമുണ്ട്. അങ്ങനെ ചിത്രകലയെപ്പറ്റി പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. ചിത്രകലയിൽ വിസ്മയം തീർക്കുന്ന ഒരുപാട് ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്. ഒഴിവു സമയങ്ങളിൽ തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ചിത്രകലയിൽ സമയം കണ്ടെത്തുന്ന പാറമ്പുഴ സ്വദേശി ബിനുവിന്റെ ചിത്രവിശേഷങ്ങൾ ഒന്ന് കണ്ടുവരാം. അധികം നാളായിട്ടില്ല. ഇതിനു മുമ്പെല്ലാം ഓയിൽ പെയിൻറ്റും വാട്ടർ കളർ പെയിൻറ്റ് പിന്നെ പെൻസിൽ ഡ്രോയിങ് ഇതാണ് കൂടുതൽ ചെയ്തിട്ടുള്ളത്. പിന്നെ മ്യൂറൽ പഠിക്കുന്നത് ഭയങ്കര ആഗ്രഹമാണ്. അപ്പോൾ ഇങ്ങനെ ഫേസ്ബുക്കിലൊക്കെ കണ്ട് അറിയാവുന്നവരോടൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയാണ് ചെയ്തത്. പിന്നെ എനിക്ക് എംനാമിൽ എന്ന് പറഞ്ഞൊരു മേഡമുണ്ട്. ആ മേഡമാണ് വാട്സാപ്പ് വഴി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പറഞ്ഞു തരുന്നത്. അവർ ക്ലാസ് എടുക്കുന്നുണ്ട്, മ്യൂറൽ കുറിച്ച് ക്ലാസ് എടുക്കുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അവരോട് ചോദിച്ചിട്ട് എനിക്ക് പറഞ്ഞു തരുമായിരുന്നു. അങ്ങനെയാണ് കൂടുതലും ചെയ്തിരിക്കുന്നത്. യൂട്യൂബിലൊക്കെ നോക്കിയാണ് ഇത് പഠിച്ചത്. പിന്നെ ഇത് ചെയ്തിരിക്കുന്നത് 252 ആണിയുണ്ട് മൊത്തം, 252. പിന്നെ ഇത് ഓരോ ലൈൻ ഓരോ നമ്പറിനനുസരിച്ചാണ് വലിക്കുന്നത്. പിന്നെ ഇത് 4500 ചുറ്റും ഇത് വലിക്കുന്നുണ്ട്. 4500 3 ആഴ്ച എടുത്ത് ഇത് ചെയ്യാനായിട്ട്. ആദ്യമായിട്ട് ചെയ്തത് മോളുടെ ചിത്രം. മോളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാൾ ചെയ്യുന്നുള്ളതാണ് മോളുടെ ചിത്രം. അത് പിന്നെ എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുകയൊക്കെ ചെയ്തു. പിന്നെ വേറെ വർക്ക് ചെയ്യാൻ വേണ്ടി ഓർഡറും തന്നിട്ടുണ്ട്. അത് ചെയ്യണം, സമയം പോലെ ചെയ്യണം. ചിത്രരചനയോടൊപ്പം അതിൽ പുതിയ പരീക്ഷണം നടത്തുവാൻ അദ്ദേഹം ഏറെ ശ്രദ്ധിക്കാറുണ്ട്. ആദ്യമായി ത്രെഡ് ആർട്ട് ചെയ്തതും തന്റെ പ്രിയപ്പെട്ട മകളുടെ ചിത്രം തന്നെയായിരുന്നു. ഇതൊരു ടൈലില് ചെയ്ത ഇതെങ്ങനെയാണ് ഇതിന്റെ വർക്ക് കംപ്ലീറ്റ് ആക്കി? ഇത് അക്രിലിക് ചെയ്തിരിക്കുന്നത്. ഇത് ഇച്ചിരി ടൈലാണ്ട് ശകലം ബുദ്ധിമുട്ടാണ്. ഇങ്ങനെ ഷെയ്ഡും കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ളതാണ്. ഇതിങ്ങനെ ടൈലിലാരും ഇങ്ങനെ ചെയ്ത് കണ്ടില്ല. അതുപോലെ പിന്നെ ഒരു പരീക്ഷണം പോലെ ടൈലിലങ്ങ് ചെയ്തതാണല്ലേ, ഒരു വെറൈറ്റി ആയിട്ടൊരു തത്തമ്മേനെ അല്ലേ തത്തമ്മ ചെയ്ത്. അപ്പൊ ഇത് സ്പ്രെഡ് ആകുക കാര്യങ്ങളൊക്കെ സ്പ്രെഡ് ആകത്തില്ല. മക്കളി പെയിന്റ് അങ്ങനെ സ്പ്രെഡ് ആകുന്നില്ല. പിന്നെ ഷെയ്ഡ് ചെയ്യാനാണ് ഇച്ചിരി ബുദ്ധിമുട്ട്. ടൈലായതുകൊണ്ട് കുറച്ചുകൂടെ ബുദ്ധിമുട്ട്. മറ്റുള്ള ഇതുപോലെയല്ല. ഒരു നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കുറച്ച് തെന്നുന്ന ടൈപ്പ് വസ്തു ആയതുകൊണ്ട് അത് കഴിഞ്ഞിട്ട് അതിന് പ്ലാസ്റ്റിക് കോട്ടിങ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും വളരെ മനോഹരമായിട്ട് ടൈലില് പെയിന്റ് ചെയ്യാം എന്ന് ഇപ്പം നമുക്ക് മനസ്സിലായി അല്ലേ. വളരെ മനോഹരമായിട്ടൊരു തത്തമ്മേനെയാണ്. അതുപോലെ തന്നെ ഒരു പ്ലാസ്റ്റിക് കോട്ടിങ്ങും ഈ ടൈലിൽ ചെയ്തിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ ബാക്ക് ഭാഗം. ഇത് ടൈല് തന്നെയാണ്. ടൈലിൽ വളരെ മനോഹരമായിട്ട് 2 എണ്ണമാണോ ചെയ്തിരിക്കുന്നത്? രണ്ട് തത്തമ്മയുടെ ചിത്രങ്ങളാണ് ടൈലിൽ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ കലകൾ ഒക്കെ ഇപ്പോൾ ചിത്രകാരന്മാരെയും ചിത്രകാരികളെയൊക്കെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. അവരുടെ പിക്ചേഴ്സും ഒക്കെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. വളരെ മനോഹരമാണ്. പക്ഷേ അതിൽ ഒരു വെറൈറ്റി കൊണ്ടുവരാൻ സാധിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയ കാര്യമല്ല. അപ്പം അത്തരത്തിൽ വെറൈറ്റി കണ്ടുപിടിച്ച് അതുപോലെ തന്നെ പുതിയ പുതിയ പരീക്ഷണങ്ങൾ നടത്തി തൻ്റെ ജോലിയോടൊപ്പം തന്നെ ഇഷ്ടപ്പെട്ട ഒരു കലാരൂപം, ഒരു കലയും കൂടെ മുന്നോട്ട് അതും വളരെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ കൊണ്ടുപോകുന്നൊരു വ്യക്തിയാണിത്. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ എന്താണ് ഭയങ്കര സന്തോഷം തോന്നുന്നത്. പിന്നെ വളരെ സന്തോഷമാണ്. ഒരു വർക്ക് പൂർത്തിയാക്കി കഴിയുമ്പോൾ നല്ല സന്തോഷമുണ്ട്, ഭയങ്കര സന്തോഷമാണ്. അപ്പം എന്തെങ്കിലും പിന്നീട് മാറ്റങ്ങളൊക്കെ വരുത്താമായിരുന്നു, അല്ലെങ്കിൽ കുറച്ചുകൂടെ നന്നാക്കാമായിരുന്നു, അങ്ങനെ എന്തെങ്കിലുമൊക്കെ തോന്നിയിട്ടുണ്ടോ? മാറ്റങ്ങൾ വരുത്താനായിട്ട് കുറച്ച് കഴിയുമ്പോഴത്തേന് ചിലപ്പം ഒന്ന് നമുക്ക് തോന്നും ഇച്ചിരി കൂടെ ഒന്ന് ഇതാക്കാൻ നോക്കാം. ഓരോ ദിവസം ചെല്ലുന്നവർ നമുക്ക് വേറെ പരീക്ഷണം പിന്നെ മനസ്സിൽ വന്നുകൊണ്ടിരിക്കും.
അമ്മ, ഇത് മോള്, ഇത് ഭാര്യ. ഭാര്യ. അപ്പം അമ്മയുടെ പേരെങ്ങനെയാ? എൻ്റെ പേര് സുഭദ്ര. സുഭദ്ര. മോൻ വരച്ച ചിത്രങ്ങളൊക്കെ സന്തോഷമാണ്. പിന്നെ നേരത്തെ അമ്മ വരയ്ക്കുവോ? ഞാനങ്ങും വരയ്ക്കുകയല്ലേ? വരയ്ക്കും. ചെറുതിലെ ഈ മക്കളൊക്കെ ഇരുന്ന് പടം പഠിക്കുന്ന സമയത്ത് ഇരുന്ന് പടം വരയ്ക്കുമ്പോൾ വഴക്ക് പറയാറുണ്ടായിരുന്നു? അയ്യോ ഇല്ല, ഇല്ല, സപ്പോർട്ടായിരുന്നു അല്ലേ? അപ്പൊ അതുകൊണ്ടാണ് ഇത്രയും നല്ല അടിപൊളി പടങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റിയത്. ആണോ? അപ്പൊ അമ്മയുടെ പടങ്ങൾ എപ്പോഴെങ്കിലും വരച്ചു തരാൻ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, അതും പറഞ്ഞിട്ടില്ലേ? അപ്പൊ ആൾക്കാരൊക്കെ ഇങ്ങനെ വന്നിട്ട് പറയും മോന്റെ പടം കണ്ടിരുന്നു നല്ലതാണെന്നൊക്കെ വന്ന് പറയാറുണ്ട്. അപ്പൊ സന്തോഷമാണോ? അതൊക്കെ ഭയങ്കര സന്തോഷമാണ് അല്ലേ? മോക്ക് എന്താ പറയാനുള്ള? സ്കൂളിലൊക്കെ എന്താണ് അഭിപ്രായം? പ്രത്യേകിച്ചൊന്നുമില്ല. എന്ത് പറ്റി? അച്ഛൻ മറിച്ചാന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് കുറച്ച് അഹങ്കാരത്തോടെ ജാടയോടൊക്കെ കൊണ്ട് കാണിക്കാറില്ല സ്കൂളില് ഉണ്ടോ? അപ്പൊ എന്താ ഫ്രണ്ട്സിന്റെ ടീച്ചേഴ്സിന്റെ ഒക്കെ ഒരു അഭിപ്രായം എങ്ങനെയാണ്? അവര് വരച്ചു തരാൻ പറയാറുണ്ട്. കൊടുക്കാറുണ്ട്, ഗിഫ്റ്റ് ആയിട്ടൊക്കെ കൊടുക്കാറുണ്ടോ? ഞാൻ കൊടുത്തിട്ടൊന്നുമില്ല. ഇതുവരെ കൊടുത്തിട്ടില്ല. ഇനിയിപ്പോ കൊടുക്കാൻ പ്ലാൻ ഉണ്ടോ? കൊടുക്കാൻ പ്ലാൻ ഉണ്ട്. ഓക്കെ. അപ്പൊ ചേച്ചി ഇപ്പൊ ഓടി വന്നതാണല്ലേ? ചേച്ചി എവിടെ വർക്ക് ചെയ്യുന്നത്? ഞാൻ വടവാതിലൊരു ഷോപ്പിലാണ് വർക്ക് ചെയ്യുന്നത്. എങ്ങനെയുണ്ട് ഹസ്ബൻഡിന്റെ ചിത്രരചന? എങ്ങനെയാണ്? സപ്പോർട്ട് ചേച്ചിയാണോ? സപ്പോർട്ട് ചെയ്യാറുണ്ട്. സത്യം പറയാവോ? ചേച്ചിയുടെ പടം ഇതുവരെ വരച്ചു തന്നിട്ടുണ്ടോ? ഇല്ലില്ല. വരച്ചു തന്നിട്ടുണ്ട്. ചേച്ചി ചോദിച്ചിട്ടുണ്ടോ? ചോദിച്ചിട്ടില്ല, വരച്ചിട്ടുമില്ല. അപ്പൊ വരയ്ക്കണമെന്ന് ആഗ്രഹമുണ്ടോ? ചേച്ചിയുടെ ഒരു പടം വേണമെന്ന് ആഗ്രഹമുണ്ടോ? ഉണ്ട്. ചേച്ചിയും വരയ്ക്കും? ഞാൻ ചെറുതായിട്ടൊക്കെ വരയ്ക്കും. അപ്പൊ ഇനി അടുത്ത പ്രാവശ്യം വരുമ്പോ ചേട്ടനെ കൊണ്ട് ഒരു പടം വരപ്പിച്ച് വെക്കണം കേട്ടോ. അപ്പൊ എന്ത് തോന്നുന്നു? വളരെ സന്തോഷമാണ്. എല്ലാവർക്കും ഇഷ്ടമാണ്. എല്ലാവരും കാണിക്കാറുണ്ട്. പിന്നെ സർപ്രൈസ് ആയിട്ടൊക്കെ ഓരോരുത്തർക്ക് വരച്ചൊക്കെ ഞാൻ കൊടുക്കാറുണ്ട്. വരപ്പിച്ചൊക്കെ കൊടുക്കാറുണ്ട്. അപ്പൊ ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് ഏറ്റവും നല്ലൊരു സാധനം ഈ ഒരു പെയിന്റിങ്സ് ആണ് എനിക്ക് തോന്നുന്നത് അല്ലേ? അപ്പൊ ഈ ചേട്ടൻ ഇങ്ങനെ കഷ്ടപ്പെട്ടൊക്കെ ഇരുന്ന് വരയ്ക്കുമ്പോ ഈ ജോലി ഒത്തിരി ക്ഷമ വേണം ഇതിന്. ഇപ്പം ഒത്തിരി വൈകിട്ട് ജോലിയൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ടാണ് വരയ്ക്കുന്നത്. അപ്പൊ അതിനൊക്കെ സപ്പോർട്ട് ചെയ്ത് കൂടെ തന്നെ നിൽക്കാറുണ്ട്. ഉണ്ട്. അപ്പൊ എന്തായാലും ഇതുപോലെ തന്നെ ഇനിയും നല്ല രീതിയിലുള്ള ചിത്രങ്ങൾ വരയ്ക്കാൻ സാധിക്കട്ടെ. ഇനിയും മുന്നോട്ട് പോട്ടെ. ചേട്ടനും എല്ലാവിധ ആശംസകളും നേരുന്നു. ലോകം അറിയുന്ന ഒരു ചിത്രകാരനായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഉപജീവന മാർഗത്തിനൊപ്പം തന്റെ ഇഷ്ടകലയായ ചിത്രരചനയും അതിലെ പരീക്ഷണങ്ങളും ഒക്കെയായി മുന്നോട്ട് പോവുകയാണ് പാറമ്പുഴ സ്വദേശി ബിനു. അഭിലാഷ് ഇടുക്കിക്കൊപ്പം അജ്മി ഷംസ്, ദൃശ്യ ന്യൂസ്. സ്വദേശിയും വിദേശിയുമായ നൂറുകണക്കിന് ഫലവർഗ്ഗങ്ങൾ കാണണമെങ്കിൽ കൂത്താട്ടുകുളം സ്വദേശി ഡയസിന്റെ വീട്ടിലെത്തിയാൽ മതി. കിഴക്കൊമ്പ് പാറയപ്പീടികയിൽ ഡയസിന്റെ കുടുംബം താമസിക്കുന്നത് സ്വദേശിയും വിദേശിയുമായ ഈ ഫലവർഗ്ഗങ്ങളുടെ നടുവിലാണ്. ോളം ഇനം വിവിധ രാജ്യങ്ങളിലെ പൈനാപ്പിൾ, 60ഓളം ഇനം ജബോട്ടിക്കാബ, 60ഓളം ഇനം വാഴപ്പഴങ്ങൾ, 50ഓളം ഇനം പേര, 300-ൽ പരം വിദേശ ഫലസസ്യങ്ങൾ എന്നിവ ഡയസിൻ്റെ കൃഷിയിടത്തിലുണ്ട്. ഇന്ത്യയിൽ തന്നെ വിരളമായി കായ്ക്കുന്ന ആഫ്രിക്കൻ ഉദാരവരയുണ്ട്. 9 വർഷത്തെ അധ്വാനത്തിൻ്റെ ഫലമായാണ് തൻ്റെ 75 സെൻറ് സ്ഥലത്തിൽ വിവിധ പഴവർഗ്ഗ സസ്യങ്ങൾ നട്ടുവളർത്തിയത്. വിവിധ രാജ്യങ്ങളിലെ വിവിധ ഇനം പൈനാപ്പിളുകൾ കേരളത്തിൽ ഇവിടെ മാത്രമാണുള്ളതെന്നും ഡയസ് പറയുന്നു. ലോകത്തിലെ തന്നെ ഒരു ഏകദേശം സ്വദേശിയും വിദേശിയും വൈൽഡ് വെറൈറ്റി ആയിട്ടുള്ള 125ഓളം പൈനാപ്പിളുകളാണ് ഞാനിവിടെ കൃഷി ചെയ്തേക്കുന്നത്. അതിൽ വ്യത്യസ്തമായ ഒത്തിരി ഇനങ്ങളുണ്ട്. ഇത് അനോന മ്യൂട്ടേഷൻ എന്ന് പറഞ്ഞൊരു പൈനാപ്പിളാണ്. ഇത് നമ്മുടെ നാട്ടിലെ വാഴക്കുളം പൈനാപ്പിളിനെ കഴിഞ്ഞും വ്യത്യസ്തമായിട്ട് ഇത് കണ്ടോ, ഇല പൈനാപ്പിളിൻ്റെ ലീഫ് വാടി നിൽക്കുന്ന പോലെയാണ്. അപ്പോൾ ഇത് നമ്മൾ പൈനാപ്പിൾ വളരുന്നതനുസരിച്ച് ഇവിടെ കട്ട വെച്ച് പൊക്കി കൊടുക്കണം. ഇതിങ്ങനെ മണ്ണിൽ മുട്ടി നിൽക്കാൻ പാടില്ല. ഇത് നല്ല ഉയരത്തിൽ പോയിട്ട് ഏകദേശം ഒരു 4 കിലോ അടുത്ത് തൂക്കം വരുന്ന ഒരു ചക്ക ഇതിൻ്റെ അകത്തുണ്ടാവും. പിന്നെ ഇതിൽ വരുന്ന മാംഗോ പൈനാപ്പിളാണ്. ഇത് മാംഗോയുടെ മാമ്പഴത്തിൻ്റെ രുചിയും അതുപോലെ തന്നെ മാങ്ങയുടെ മണവും വരുന്ന ഒരു പൈനാപ്പിളാണ് ഇത്, മാംഗോ പൈനാപ്പിൾ.
പിന്നെ ഇത് തന്നെ ഇന്തോനേഷ്യയുടെ തന്നെ സുമോ പൈനാപ്പിൾ എന്ന് പറയും. ഇത് സുമോ ഗുസ്തിക്കാരുടെ അതേ ഷേപ്പിലാണ് ഈ പൈനാപ്പിൾ വരുന്നത്. അങ്ങനെ തന്നെ ഇന്തോനേഷ്യയുടെ തായ്ലൻഡിൻ്റെ തന്നെ ഒരു 25ഓളം വെറൈറ്റി പൈനാപ്പിളുണ്ട്. പിന്നെ കെനിയ, കോസ്റ്റാറിക്ക, ഫിലിപ്പീൻസ്, ഹവായി, അങ്ങനെ ഏകദേശം വിദേശ രാജ്യങ്ങളുടെ അതിൽ ഏറ്റവും കൂടുതൽ തായ്ലൻഡിൻ്റെ ഒരു 25ഓളം വെറൈറ്റികളുണ്ട്. തായ്ലൻഡ് ക്രൗണുണ്ട്. പിന്നെ അതായത് ഫിലിപ്പീൻസ് ജെയ്ഡ്, പിന്നെ ഇത് വെരിഗേറ്റഡ് പൈനാപ്പിൾ എന്ന് പറയും. ഇത് റെഡ് വെരിഗേറ്റഡ് പൈനാപ്പിളാണ്. ഇത് വെരിഗേറ്റഡ് ക്രൗണാണ്. ഇതിൻ്റെ പൈനാപ്പിളും ഏകദേശം ഒരു 2-2.5 കിലോ അടുത്ത് തൂക്കം വരുന്നതാണ്. പിന്നെ ഇത് ബനാന പൈനാപ്പിൾ എന്ന് പറയും. ഇതിൻ്റെ ലീഫ് 2.5-3 മീറ്റർ വരെ ഇതിൻ്റെ ലീഫിന് നീളം വരും. ഇതൊരു കൊലയ്ക്കകത്ത് മുന്തിരി പോലെയാണ് ഇതിൻ്റെ അകത്ത് പൈനാപ്പിൾ ഉണ്ടായി വരുന്നത്. ഇത് കെനിയൻ റെഡാണ്. കെനിയയുടെ പൈനാപ്പിളാണ്. ഇതൊരു വിളവെടുപ്പ് കഴിഞ്ഞതാണ്. ഇത് രണ്ടാമത്തെയാണിത്. പിന്നെ അടുത്തത് വരുന്നത് കൂന്താണി പൈനാപ്പിൾ എന്ന് പറയും. കൂന്താണി പൈനാപ്പിൾ അഥവാ മക്കളെ പോറ്റി. ഇത് ഒരു വിളവെടുപ്പൊക്കെ കഴിഞ്ഞതാണ്. ഇത് വിതുരയിൽ കോട്ടൂർ വനത്തിൽ, നെടുമങ്ങാട് കോട്ടൂർ വനത്തിൽ ആദിവാസികൾ സംരക്ഷിച്ചു പോകുന്ന ഒരു പൈനാപ്പിളാണ്. ഇത് രാഷ്ട്രപതിയുടെ കയ്യിൽ നിന്ന് സംരക്ഷിച്ച് പോകുന്നതിന് അവർക്ക് പ്രശംസി പത്രവും മെഡലും ഒക്കെ കിട്ടിയതാണ്. മക്കളെ പോറ്റി എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണിത്. പിന്നെ അതിൽ അടുത്ത മനോഹരമായിട്ടൊരു പൈനാപ്പിളാണ് വെരിഗേറ്റഡ് റെഡ്. ഇതിൻ്റെ പുറം നല്ല റെഡ് കളറാണ് വരുന്നത്. പക്ഷേ ചക്ക ഒരു 1/2 കിലോ അടുത്ത് തൂക്കമാണ് ഇതിന് വരുന്നുള്ളൂ. ഇത് ബ്രസീലിൻ്റെ ഒരു പൈനാപ്പിളാണ്, പെറോള എന്ന് പറയും. ഇപ്പോൾ ലോകത്തെ ഈ 125 പൈനാപ്പിളിൽ ടോപ്പ് 10ൽ വരുന്ന ഒരു പൈനാപ്പിളാണ് ബ്രസീലിൻ്റെ പെറോള. ഇത് ടൈഗർ റെഡ് എന്ന് പറഞ്ഞ പൈനാപ്പിളാണ്. ഇതിൻ്റെ പുറം നല്ല റെഡ് കളറാണ്. ഇതിൻ്റെ വെരിഗേറ്റഡ് റെഡുണ്ട്, ഇതിൻ്റെ തന്നെ വെരിഗേറ്റഡ് ഉണ്ട് റെഡ്. ഇത് ടൈഗർ റെഡ് എന്ന് പറഞ്ഞ വെറൈറ്റിയാണ്. പിന്നെ ഇതിൻ്റെ ജയൻറ്റ് ടൈഗർ റെഡുണ്ട്. ഇതിൽ തന്നെ ഒരു 8ഓളം വെറൈറ്റി വരുന്നുണ്ട്. മഹോട്ട എന്ന് പറഞ്ഞൊരു പൈനാപ്പിൾ. ഇതൊക്കെ വിളവെടുപ്പ് കഴിഞ്ഞതാണ്. ഇതിപ്പോൾ രണ്ടാമത് വീണ്ടും റീപ്ലാന്റ് ചെയ്തേക്കണതാണ്. പിന്നെ അതുപോലെ തന്നെ ഇന്ത്യയിലെ തന്നെ ആസാമിൻ്റെ മേഘാലയ മീട്ട, ആസാം മോൾവം, അതുപോലെ നിഹാൽ വൈറ്റ്, തമിഴ്നാടിൻ്റെ തന്നെ കൊള്ളിമല റെഡ്, കർണാടകയുടെ വാഷിങ്ടൺ, ഇന്ത്യയിലെ തന്നെ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളുടെയും ആ ഇനത്തിൽ തന്നെ ഒരു 20ഓളം വെറൈറ്റി ഉണ്ട്. ഇത് സീലാഷ്. ഇത് മലേഷ്യയുടെ പൈനാപ്പിളാണ്. ഇത് 3 കിലോ തൂക്കം വരും. നല്ല ഇരുത്തം വന്ന ചക്കയായിരിക്കും. ക്രൗൺ നല്ല അതീവ സൗന്ദര്യമായ ഒരു പൈനാപ്പിളാണ് സീലാഷ്. ഇത് മലേഷ്യയുടെ വെറൈറ്റിയാണ്. ശ്രീരാച്ച വെറൈറ്റിയിൽ ശ്രീരാച്ച മഹാരാജാവിൻ്റെ പേരിലുള്ള പൈനാപ്പിളാണ്. അതിൻ്റെ ഒരു 10ഓളം വെറൈറ്റി കളക്ഷനിലുണ്ട്. ശ്രീരാച്ച വിഭാഗത്തിൽപ്പെടുന്ന ഒന്ന് ഇത്. അതെല്ലാം ഒട്ടുമിക്ക പൈനാപ്പിളുകളും നല്ല മനോഹരമായ പൈനാപ്പിളുകളാണ്. ഇതൊക്കെ അതിൽ പെടുന്നതാണ്, ശ്രീരാച്ച പെടുന്നതാണ്. പിന്നെ അതിൻ്റെ അകത്ത് തന്നെ ഒരു ശ്രീലങ്കയുടെ ഒരു വെറൈറ്റി വരുന്നുണ്ട്. ഇത് ഈ പൈനാപ്പിളിൻ്റെ കളക്ഷനിൽ നമ്മൾ പ്രത്യേകം എടുത്ത് പറയേണ്ടതാണ്. കാരണം നമുക്കിവിടെ വാഴക്കുളം പൈനാപ്പിളിനൊക്കെ എന്ന് പറയുമ്പോൾ ഒരു സക്കറിന് 7 to 12 രൂപ വരെ വില വരും. ഒരു പൈനാപ്പിളിൻ്റെ സക്കർ 10,000 രൂപയ്ക്ക് ഇന്തോനേഷ്യയിൽ നിന്ന് ഞാൻ കളക്ട് ചെയ്തതാണ്. 10,000 രൂപയാണ് പൈനാപ്പിളിൻ്റെ വില. പക്ഷേ ഇതിൽ നമ്മൾ സാധാരണ ഉണ്ടാകുന്ന പോലെ ചക്ക വലുപ്പമായിട്ട് കിട്ടിയില്ല. 200 ഗ്രാം മാത്രമേ ഇതിൻ്റെ ചക്കയ്ക്ക് വലുപ്പം വരുന്നുള്ളൂ. ഇത് ലാവ ബ്രസ്റ്റ് അഥവാ റെയിൻബോ പൈനാപ്പിൾ എന്നറിയപ്പെടുന്ന ഒരു വെറൈറ്റി പൈനാപ്പിളാണ്. ഇത് ഹാൻഡ്ബുൾ പൈനാപ്പിളാണ്. ഇതിൻ്റെ പ്രത്യേകത ചക്ക നമ്മൾ ചെത്തണ്ട, ചക്കച്ചുള ഇരിഞ്ഞെടുക്കുന്ന പോലെ ചുള നമുക്ക് എടുക്കാം. അതുപോലെ ഈ ഹാൻഡ്ബുൾ വെറൈറ്റിയിൽ 3 പൈനാപ്പിൾ വരുന്നുണ്ട്. ഇതിൽ അബിൻ എന്ന് പറഞ്ഞൊരു ഇനമാണ്. ഇത് ചക്ക 2.5 കിലോ തൂക്കം വരും. അതിൻ്റെ തന്നെ ഗോമോഡിമേൽ അതുപോലെ തന്നെ ഇതുപോലെ തന്നെ ടേസ്റ്റ് തന്നെ ഉള്ള ഒരെണ്ണമാണ്. പക്ഷേ അത് ചക്കയ്ക്ക് 1.5 കിലോ തൂക്കമുള്ളൂ. അബിൻ വെറൈറ്റി പെട്ടത് തന്നെയാണെങ്കിലും അതിൻ്റെ ചക്കയ്ക്ക് തൂക്കക്കുറവാണ്. ഇതാണ് ഹാൻഡ്ബുൾ പൈനാപ്പിൾ എന്ന് ലോകത്ത് അറിയപ്പെടുന്ന പൈനാപ്പിൾ ഹാൻഡ്ബുൾ. ഇത് വെരിഗേറ്റഡ് ടൈഗർ റെഡ് എന്ന് പറഞ്ഞ പൈനാപ്പിളാണ്. ഇതിൻ്റെ ഈ ചക്കയുടെ പുറമെ ഈ റെഡ് കളറായിരിക്കും. ഇത് വളരെ റെയറായിട്ടുള്ളൊരു പൈനാപ്പിളാണ്. ഇത് കേരളത്തിൽ തന്നെ ആദ്യമായിട്ട് നമ്മളുടെ കയ്യിലാണിത് എത്തിപ്പെട്ടത്. ടൈഗർ റെഡിൻ്റെ വെരിഗേറ്റഡ്. ലോകത്തിലെ 4 അപൂർവീനം പഴങ്ങളിലൊന്നായ ഇന്തോനേഷ്യൻ കെസുസുവും ഡൈസിൻ്റെ ജേക്കബ്സ് ഓർച്ചാർഡ്സ് ഫാമിലുണ്ട്. ഭാര്യ ഷീബയും മകൻ ജേക്കബും പൂർണ്ണ പിന്തുണയുമായി ഡൈസിൻ്റെ ഒപ്പമുണ്ട്. അപ്പോൾ 125 പൈനാപ്പിൾ എൻ്റെ കളക്ഷനിലുള്ളതിന് പുറമെ തന്നെ ഏകദേശം 60 രാജ്യങ്ങളുടെ 60 സ്വദേശിയും വിദേശിയുമായ വാഴകളുണ്ട്. അതിൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും തൂക്കം കൂടിയ 2 വാഴ ഇനങ്ങൾ കാലികുമാർ, ബായിശി, 70 കിലോ തൂക്കം എടുത്ത് വരും.
അതുപോലെ തന്നെ ലോകത്തെ ഏറ്റവും ചെറിയ വാഴ, ലോകത്തെ രണ്ടാമത്തെ വലിയ വാഴ, ലോകത്തെ ഏറ്റവും വലിയ വാഴ, ഇതൊക്കെ നമ്മളുടെ കളക്ഷനിലുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ 120ഓളം മരമുന്തിരി അഥവാ ജബോട്ടിക്കാവ 120 ഇനം ബ്രസീലിലുണ്ട്. അതിൽ 60ഓളം വെറൈറ്റി മരമുന്തിരി കളക്ഷനിലുണ്ട്. ലോകത്തെ തന്നെ 50ഓളം വെറൈറ്റി പേര. ഇത്രയും സാധനങ്ങളാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് വിദേശത്തുനിന്നും സ്വദേശത്തുനിന്നുമായിട്ട് കളക്ട് ചെയ്തതാണ്. അതിൽ കുറച്ച് വാഴകളെ തന്നെ നമുക്ക് പരിചയപ്പെടാം. ഇപ്പോൾ ഈ നിൽക്കുന്ന ഇത് വിദേശി തന്നെയാണ്, കുള്ളൻ കർപ്പൂരവല്ലി എന്നാണ് നമുക്ക് അറിയപ്പെടുന്നത്. നമ്മുടെ ഹൈറ്റിൽ തന്നെ ഇത് കൊലയ്ക്കും. ഏകദേശം 11 മാസം കൊണ്ട് നമുക്ക് ഇതിൻ്റെ കൊല വെട്ടാം. നല്ല അതീവ രുചികരമായ ഒരു വാഴയാണിത്, കുള്ളൻ കർപ്പൂരവല്ലി. ഇത് ഇന്തോനേഷ്യയുടെ ഫിയാഗിരി എന്ന് പറഞ്ഞൊരു വാഴയാണ്. ഇത് ആദ്യമായിട്ട് കുലച്ചതാണ്. 3 പെടലേ ഉണ്ടാവുള്ളൂ ഇതിന്. 3 പടലയിൽ നമുക്കൊരു കാ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ഉള്ളം കൈക്കകത്തിരിക്കും. ഇതിൻ്റെ തന്നെ ആകാശത്തേക്ക് തന്നെ കുലച്ച് നിൽക്കുന്ന, സാധാരണ നമ്മുടെ വാഴ കുലയ്ക്കുന്നതിന് വിപരീതമായിട്ടാണ് അതിൻ്റെ ഒരു ഓറഞ്ച് തന്നെ കളറുള്ള ഇന്തോനേഷ്യയുടെ ഒരു വാഴയുണ്ട് നമ്മൾ കളക്ഷൻ്റെ അകത്ത്. ഇന്ത്യയിലെ തന്നെ തൂക്കം കൂടിയ 2 വാഴകളിൽ ഒന്ന് ഇതാണ്. ഒന്ന് ഇത് ബായിസിയാണ്. ഇത് നമുക്കൊരു 60 കിലോ അടുത്ത് തൂക്കം വരും. അതുപോലെ തന്നെ വരുന്ന ഒന്നാണ് കാലിക്കുമാർ. അത് കുലച്ചിട്ടില്ല, അത് 70 കിലോ തൂക്കം വരും. അപ്പോൾ ഇന്ത്യയിലെ തന്നെ തൂക്കം കൂടിയ 2 വാഴ, 3-4 ഇനങ്ങളുണ്ട്. അതിൻ്റെ 2 ഇനം നമ്മുടെ കളക്ഷനിലുണ്ട്. പിന്നെ അതുപോലെ തന്നെ ബ്ലൂ ജാവ, ഐസ്ക്രീം ബനാന എന്നറിയപ്പെടുന്ന ബ്ലൂ ജാവ, ആന്ധ്രാപ്രദേശിൻ്റെ ഏറ്റവും ടേസ്റ്റുള്ള വാഴ. പിന്നെ അതുപോലെ നമ്മുടെ തമിഴ്നാട്ടിൽ കൊല്ലിമല, കൊല്ലി ഹിൽസിൽ കൃഷി ചെയ്യുന്ന വൈൽഡ് വെറൈറ്റിയാണ് നമരൻ എന്ന് പറഞ്ഞൊരു ഇനം വാഴയുണ്ട്. അതുപോലെ തന്നെ നെടുമങ്ങാട് കോട്ടൂർ വനത്തിൽ കൃഷി ചെയ്യുന്ന ഒറ്റമുങ്കിലി എന്ന് പറയുന്ന വാഴ. ഇതൊക്കെ നമുക്കിവിടെ കുലച്ചതാണ്. ഇപ്പോൾ അതൊക്കെ ഈ നമ്മളുടെ കളക്ഷനിൽ വരുന്നതാണ്. ഇത് കൃഷ്ണവാഴ എന്നറിയപ്പെടും. ഇതിൻ്റെ വാഴയ്ക്ക് കൃഷ്ണൻ്റെ നിറമുള്ളതുകൊണ്ടാണ് ഇത് കൃഷ്ണവാഴ എന്നറിയപ്പെടുന്നത്. നല്ല രുചികരമായ ഒരു പഴമാണ് ഇതിൻ്റെ. ഇത് നമുക്ക് തോട്ടത്തിൽ നിർബന്ധമായിട്ടും വെക്കേണ്ട ഒരു വാഴയാണ് കൃഷ്ണവാഴ. പിന്നെ അടുത്തത് അതുപോലെ തന്നെ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് വ്യത്യസ്തമായൊരു വാഴയാണ്. ഇതാണ് സ്നോ ബനാന. ഇതിന് കുഞ്ഞുണ്ടാവില്ല. ഇതിൻ്റെ ചോട്ടിൽ നിന്ന് പുതിയ കന്നുകൾ പൊട്ടി വരില്ല. അതിന് പകരം ഇതിൻ്റെ വിത്തിൽ നിന്നാണ് ഇതിൻ്റെ തൈ ഉണ്ടാക്കുന്നത്. ഇത് സ്നോ ബനാന എന്നറിയപ്പെടുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ അകത്താണ് ഏകദേശം ഒരു 200ഓളം കായ്കൾ ഇതിനെ പൊതിഞ്ഞിരിക്കുകയാണ്. ഇത് സ്നോ ബനാന എന്നറിയപ്പെടുന്ന വാഴയാണിത്. ഇത് ലോകത്തെ അപൂർവമായൊരു വാഴയാണ് നോനോ ബനാന എന്ന് പറയും. ഇത് നമുക്ക് ചട്ടിക്കകത്ത് വളർത്താം. ഈ ഹൈറ്റിൽ തന്നെ ഏകദേശം ഒരു 3 അടിയെ കൂടുതൽ ഇത് വളർന്നു വരികയില്ല. പക്ഷേ ഇതിൻ്റെ കൊലയെപ്പറ്റി നമുക്ക് യാതൊരു അറിവുമില്ല, വിദേശത്ത് നിന്ന് കളക്ട് ചെയ്ത് ആയതുകൊണ്ട്. നോനോ ബനാന എന്നറിയപ്പെടുന്ന അത്ര സുന്ദരമായൊരു വാഴയാണിത്. പിന്നെ ഇതുപോലെ തന്നെ നമുക്ക് പരിചയപ്പെടുത്താനുള്ളൊരു ഇതുണ്ട്. അത് കേരളത്തിൽ ആദ്യമായിട്ട് ഞാനാണ് ഇവിടെ എത്തിച്ചത്, വാട്ടർ ബനാന. അത് ഇതിൻ്റെ പുറമേ തന്നെ നമുക്ക് പരിചയപ്പെടുത്താം. ഇതാണ് വാട്ടർ ബനാന. ഇത് വെള്ളത്തിലാണ് ഇത് നിൽക്കുന്നത്. നമ്മൾ വാട്ടർ ബനാന എന്ന് പറയുമ്പോൾ വാഴയായിട്ടൊരു സാദൃശ്യമൊന്നുമില്ല. കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ചേമ്പിൻ്റെ ഇല പോലെയാണ് ഇരിക്കുന്നത്. ഇത് ഹോണ്ടുറാസ്, അതുപോലെ ഹവായി, അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കൂടെയൊക്കെയാണ് ഇത് കണ്ടുവരുന്നത്. അപ്പോൾ ഇതിൻ്റെ കൊലയെപ്പറ്റി നമുക്ക് യാതൊരു അറിവുമില്ല. ഇതിപ്പോൾ കൊണ്ടുവന്നിട്ട് ഏകദേശം ഒരു വർഷമായിട്ടുണ്ട്. വാട്ടർ ബനാന ഇത് വെള്ളത്തിലാണ് നിൽക്കുന്നത്. ഇതുണ്ടോ, തടയൊക്കെ നല്ല വാഴയുടെ തട പോലെ തന്നെയാണ്. ഇത് കല്ലുവാഴയാണ്. 4 വർഷം കൂടുമ്പോഴാണ് ഇത് കൊലയ്ക്കുള്ളൂ. ഇതിനും നമ്മൾ താഴെ സ്നോ ബനാനയുടെ പറഞ്ഞ പോലെ തന്നെ ഇതിന് കന്നുണ്ടാവില്ല. ഇതിൻ്റെ തന്നെ വിത്തിട്ട് കിളിപ്പിച്ചിട്ടാണ് തൈ ഉണ്ടാക്കുന്നത്. ഇതിൻ്റെ കായലിൻ്റെ പഴത്തിൻ്റെ അകത്ത് ഏകദേശം കായാണ്, പൾപ്പ് വളരെ കുറവായിരിക്കും. അപ്പോൾ ആ കായുടെ ഇത് ഉണക്കി പൊടിച്ച് അതിൻ്റെ കിഡ്നി സ്റ്റോണിന് നല്ലൊരു മരുന്നാണ് ഈ കല്ലുവാഴയുടെ സീഡ്. ഇത് ലോകത്തെ ഏറ്റവും ചെറിയ വാഴയാണ്, തായ് മൂസ എന്നറിയപ്പെടുന്നത്. ഇപ്പോൾ ഇത് കൊലക്കാരായിട്ടുണ്ട്. ഏകദേശം ഒരു 4 കിലോ കൊലയ്ക്ക് തൂക്കമുണ്ട്. നമ്മുടെ സാധാരണ വാഴക്കൊല പോലെ തന്നെ കൊലച്ച് കിട്ടുകയും ചെയ്യും. പിന്നെ കൊലയ്ക്കൊരു 4 കിലോ തൂക്കം ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് മറ്റേ ഫ്ലാറ്റിലുള്ളവർക്കും കൊല വെട്ടാം ഇതിൻ്റെ അകത്തുനിന്ന്. ആണ് തായ് മൂസ. ലോകത്തെ ഏറ്റവും ചെറിയ വാഴയാണ്. ഏകദേശം ഒരു 6 രാജ്യങ്ങളുടെ പപ്പായ തന്നെ ഞാനിവിടെ കൃഷി ചെയ്യുന്നുണ്ട്. അത് ഇന്തോനേഷ്യൻ ഗോൾഡൻ പപ്പായാണ് അതിലുള്ളത്. പിന്നെ ഇന്തോനേഷ്യൻ ലോങ് ഉണ്ട്. പിന്നെ പോളണ്ട് പപ്പായ ഉണ്ട്. പിന്നെ അതിൻ്റെ അകത്ത് ഏറ്റവും പുതിയൊരു വെറൈറ്റി ഞാൻ കളക്ട് ചെയ്തേക്കണേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആമസോൺ പപ്പായാണ്. ആമസോൺ പപ്പായ എന്ന് പറഞ്ഞാൽ ഏറെക്കുറെ നമ്മുടെ ഒരു കൊടപ്പനയുടെ ഓലയുടെ ഒരു രീതിയാണ്. ആ ഒരു വലുപ്പത്തിൽ തന്നെ കിട്ടുന്നത്. അത് ഇപ്പോൾ ഇവിടെ പ്ലാന്റ് ചെയ്തിട്ടേ ഉള്ളൂ.
മഞ്ഞ കളർ വരും. അത് കഴിഞ്ഞിട്ട് ഇതിപ്പോൾ പഴുത്ത് പാകമായി നല്ല ഗോൾഡൻ കളറിലേക്കായി. അതുപോലെ തന്നെ വ്യത്യസ്തമായ ഒരു ചാമ്പയാണിത്. സിസീജിയം ജുഹോയ് എന്ന് പറയും. ഇത് സാധാരണ നമ്മുടെ നാട്ടിലെ ചാമ്പയുടെ ലീഫ് പോലെയല്ല ഇത് ഈ പ്ലാന്റ് വലുതാവുന്നതിനനുസരിച്ച് ഏകദേശം ഒരു 10 മീറ്റർ വരെ ഇതിൻ്റെ ലീഫിൻ്റെ നീളം വരും. സിസീജിയം ജുഹോയ് എന്ന് പറയും. ഓണം ഇങ്ങ് എത്താറായി. ഓണം പോലെ തന്നെ പിള്ളേരോണവും സമൃദ്ധമായി ആഘോഷിച്ച് കറുകച്ചാൽ നെത്തല്ലൂർ ജ്യോതിർമയി ബാലികാ സദനം. കാണാം നമുക്ക് അവിടുത്തെ പിള്ളേരോണത്തിന്റെ വിശേഷങ്ങൾ. പോയ കാലത്തിൻ്റെ നിറപ്പകിട്ടാർന്ന സ്മരണകൾ ഉയർത്തി ശനിയാഴ്ചയായിരുന്നു പിള്ളേരോണം. അടുത്ത 28-ാം നാൾ ചിങ്ങമാസത്തിലെ തിരുവോണം. ഓണസ്മൃതികൾ ഉണർത്തി കർക്കിടകത്തിലെ തിരുവോണം നാളാണ് പിള്ളേരോണമായി ആഘോഷിക്കുന്നത്. ഓണം പോലെ പിള്ളേരോണവും തിരുവോണ ദിനം പോലെ കോടിയണിഞ്ഞും സദ്യവട്ടങ്ങളൊക്കെ ഒരുക്കിയുമാണ് നെത്തല്ലൂർ ജ്യോതിർമയി ബാലികാ സദനത്തിൽ പിള്ളേരോണം ആഘോഷിച്ചത്. രാവിലെ തന്നെ കുട്ടികൾ അത്തപ്പൂക്കളം ഒരുക്കി. തുടർന്ന് കുമാരി ദിവ്യാദാസ് ഒരുക്കിയ വയലിൻ ഫ്യൂഷൻ പിള്ളേരോണം നാളിനെ സംഗീതസാന്ദ്രമാക്കി. ഓണസമ്മേളനത്തിൽ കേരള ഹൈക്കോടതി ജഡ്ജി എസ് മനു മുഖ്യാതിഥിയായിരുന്നു. പിള്ളേരോണം ഓണം വരുന്നതിന് മുമ്പുള്ള ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞ ഒരു ട്രെയിലറാണ്. അപ്പോൾ ട്രെയിലർ വന്നു കഴിഞ്ഞാൽ 30 ദിവസം കഴിയുമ്പോൾ യഥാർത്ഥത്തിലുള്ള ഓണം വരും. അപ്പോൾ അങ്ങനെ ഒരു പ്രത്യേകത പിള്ളേരോണത്തിനുണ്ട്. പക്ഷെ പിള്ളേരോണം ഇന്ന് ഏതാണ്ട് മറന്നുപോയിരിക്കുന്നൊരു സംഗതിയാണ്. എൻ്റെ കുട്ടിക്കാലത്ത് പിള്ളേരോണം വീട്ടിലൊക്കെ ഒരു ചെറിയ ആഘോഷം തന്നെയായിരുന്നു. അതെനിക്ക് ഓർമ്മയുണ്ട്. പക്ഷേ എൻ്റെ കുട്ടികളുടെ കാലമായി കഴിഞ്ഞപ്പോഴത്തേക്ക് അത് മറന്നുപോയ ഒരു ആഘോഷമായിട്ട് മാറിപ്പോയിരിക്കുന്നു. RSS ഖണ്ഡ് സംഘചാലക് ബി സന്തോഷ് ഓണസന്ദേശം നൽകി. ബാലികാ സദനം പ്രസിഡന്റ് KR മഹേഷ് അധ്യക്ഷനായിരുന്നു. ഗ്രാമപഞ്ചായത്ത് അംഗം KN ശശീന്ദ്രൻ, കറുകച്ചാൽ NSS ഗേൾസ് ഹൈസ്കൂൾ പ്രധാന അധ്യാപിക ശ്രീലേഖ R, ബാലികാ സദനം സെക്രട്ടറി KR വാസു, അഡ്വക്കേറ്റ് സേതുലക്ഷ്മി എന്നിവർ പ്രസംഗിച്ചു. തുടർന്ന് തിരുവാതിരയും വഞ്ചിപ്പാട്ടും നൃത്തവുമൊക്കെയായി കുട്ടികൾ പിള്ളേരോണത്തിന്റെ ആഹ്ലാദം പങ്കിട്ടു. ഓണസദ്യയോടെ ചടങ്ങുകൾ അവസാനിച്ചു. പിള്ളേരോണമെന്ന
മറന്നു തുടങ്ങിയ ആഘോഷം പുതുതലമുറയ്ക്കായി വീണ്ടെടുക്കുകയായിരുന്നു ഇവിടെ. ഇനി ചിങ്ങമാസത്തിലെ തിരുവോണം നാളിനായുള്ള കാത്തിരിപ്പ്. പാലാ ഗവൺമെന്റ് ആശുപത്രിയിലെ കളച്ചെടി ശ്രദ്ധേയമാവുകയാണ്. ദക്ഷിണേന്ത്യയിലെ കുറ്റിക്കാടുകളിലും ഇടതൂർന്ന വനങ്ങളിലുമൊക്കെ കാണുന്ന പൂടപ്പഴമാണ് ഇവിടെ ശ്രദ്ധേയമാകുന്നത്. നിരവധി ആളുകളാണ് ഈ പൂടപ്പഴം കാണാൻ ഇവിടേക്ക് എത്തുന്നത്. പണ്ടുകാലത്ത് ജനങ്ങളുടെ വിശപ്പടക്കിയിരുന്ന പൂടപ്പഴം ഇന്ന് അന്യം നിന്നുപോയി. പുതുതലമുറയ്ക്കാകട്ടെ ഇതിനെപ്പറ്റി അറിവുമില്ല. പാഷൻ ഫ്രൂട്ടിന്റെ കുടുംബക്കാരനായ പാസിഫ്ലോറ ഫിറ്റീഡ എന്ന ശാസ്ത്രീയ നാമത്തിൽ അറിയപ്പെടുന്ന ഈ പഴം ഓരോ പ്രദേശങ്ങളിലും പല പേരുകളിലാണ് അറിയപ്പെടുന്നത്. പൂടപ്പഴം, കുരങ്ങുപെറുക്കിപ്പഴം, അമ്മുവപ്പഴം, മക്കളെപ്പോറ്റി, പൂച്ചപ്പഴം, കൊരങ്ങമ്പഴം, കുറുക്കമ്പഴം തുടങ്ങിയ പേരുകളിൽ അറിയപ്പെടുന്ന ഈ പഴം സർവ്വരോഗസംഹാരിയായ ഔഷധ സസ്യമാണെന്ന് പഴമക്കാർ പറയുന്നു. പണ്ടുകാലത്ത് വയറിനകത്തെ അൾസറിനെ സുഖപ്പെടുത്താൻ ഈ ചെടി ഉപയോഗിച്ചിരുന്നു. എല്ലുകളുടെ ശേഷി വർദ്ധിപ്പിക്കാനും അനീമിയ തടയാനും ക്യാൻസർ കോശങ്ങളെ പ്രതിരോധിക്കാനും BP കുറയ്ക്കാനും പല്ലുകളുടെയും വൃക്കയുടെയും ആരോഗ്യത്തിനുമെല്ലാം ഇത് നല്ലതാണ്. പൂടപ്പഴത്തിൽ കാൽസ്യം അടങ്ങിയിരിക്കുന്നത് കൊണ്ടാണ് എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യത്തിന് നല്ലതെന്ന് പറയപ്പെടുന്നത്. അയൺ, വിറ്റാമിൻ C, പൊട്ടാസ്യം തുടങ്ങിയവയും ഈ പഴത്തിൽ അടങ്ങിയിരിക്കുന്നു. ആസ്മ, ത്വക്ക് രോഗങ്ങൾ, ഹിസ്റ്റീരിയ തുടങ്ങിയ രോഗങ്ങൾക്കും നല്ലതാണ്. ചെടി സമൂലം വെള്ളത്തിൽ തിളപ്പിച്ച് കുടിച്ചാൽ കുട്ടികളിലെ വിരശല്യം മാറ്റാനും നല്ലതാണ്. ഇതിൻ്റെ ഇലയും തണ്ടും പിഴിഞ്ഞെടുക്കുന്ന നീര് സ്ത്രീകളിലെ വന്ധ്യതയ്ക്ക് പരിഹാരമാകുന്നു. പാമ്പ് കടിയേറ്റുണ്ടാകുന്ന മുറിവുണക്കാൻ ഇതിൻ്റെ ഇല പിഴിഞ്ഞെടുത്ത നീര് ഉപയോഗിക്കുന്നു. പല രാജ്യക്കാരും ചുമ, വിരശല്യം, ദഹന പ്രശ്നങ്ങൾക്ക് നല്ലൊരു ഉപാധിയായിട്ടും പൂടപ്പഴം ഉപയോഗിക്കുന്നു. ഹോമിയോ മരുന്നുകളിലും പൂടപ്പഴം ഉപയോഗിച്ചു വരുന്നുണ്ട്. രുചി, ദഹനം, പ്രതിരോധശേഷി എന്നിവ വർദ്ധിപ്പിക്കാനും ഈ കളച്ചെടിക്ക് ശേഷിയുണ്ട്. പാഷൻ ഫ്രൂട്ടിൻ്റെ പൂവിനോട് സാദൃശ്യമുള്ള ഇവയുടെ ഗോലിയുടെ വലിപ്പമുള്ള കായ പൂട പോലുള്ള ഒരു ആവരണം കൊണ്ട് മൂടിയിരിക്കുന്നു. പാഷൻ ഫ്രൂട്ടിൻ്റെ പഴം പോലെ ജെല്ലി കൊണ്ട് ആവരണം ചെയ്ത ഒരു കറുത്ത കുരു പൂടപ്പഴത്തിനുള്ളിൽ കാണപ്പെടുന്നു. നേരിയ പുളി കലർന്ന മധുരമാണ് ഇതിൻ്റെ രുചി. പാലാ ഗവൺമെൻറ് ആശുപത്രിയിലെ PTS ആയ ഹരികുമാർ മറ്റക്കര തൻ്റെ പച്ചക്കറിത്തോട്ടത്തിൽ വളർന്ന ഈ ചെടിയിൽ പുതുമ തോന്നി ഗൂഗിളിൽ പരിശോധിച്ചപ്പോഴാണ് പൂടപ്പഴമാണെന്ന് മനസ്സിലായത്. തുടർന്ന് പരിപാലിച്ച് വളർത്തിയെടുക്കുകയായിരുന്നു. ചെടിയുടെ ഗുണമറിഞ്ഞ് കൂടുതൽ പന്തൽ കെട്ടി പടർത്തി. നൂറുകണക്കിന് കായകൾ നിറഞ്ഞു നിൽക്കുന്ന കാഴ്ച കാണാനും അതിൻ്റെ മധുരം നുകരാനും എത്തുന്നവർ നിരവധിയാണ്. ആവാസ വ്യവസ്ഥയുടെ നാശം ഈ ചെടി വംശനാശ ഭീഷണിയുടെ വക്കീലാണ്. പുതിയ കാഴ്ചകളുമായി അടുത്ത എപ്പിസോഡിൽ കാണാം.